ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 28-ാമത്തെ ആയത്ത് മുതലാണ് ഇനി നമ്മൾ വിശദീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞു 3 വിഭാഗം ആളുകളെ കുറിച്ച്. അവരാരൊക്കെയാണ്? അള്ളാഹുമായിട്ടുള്ള കരാർ ലംഘിക്കുന്നവർ, അതുപോലെ ബന്ധം വിച്ഛേദിക്കുന്നവർ, അതുപോലെ തന്നെ ഫസാദ് ഉണ്ടാക്കുന്നവർ. ഈ 3 വിഭാഗം ആളുകൾ മഹാപരാജയത്തിൽപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല അടുത്ത എന്തുകൊണ്ടാണ് മനുഷ്യനെ ഇങ്ങനെയൊക്കെ കരാർ കൊടുത്ത അള്ളാഹുവിനെ എന്തുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യണത്? നിഷേധിക്കുന്നത്. നിഷേധിക്കാനുള്ള എന്ത് യോഗ്യതയാണ് അവനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന 2-3 ആയത്തുകളാണ് ശേഷം പറയുന്നത്. എങ്ങനെയാണ് മനുഷ്യന് ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. അത് നോക്കാം. ആയത്ത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. കൈഫ തക്ഫുറൂന, എങ്ങനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ബില്ലാഹി, ആരെ? അള്ളാഹുവിനെ. ഇവിടെ കൈഫ എന്ന് പറയുന്ന ചോദ്യചിഹ്നമാണ്, അല്ലേ? ഇസ്തിഫാമാണ്. എങ്ങനെ ഞങ്ങൾ അള്ളാഹിനെ നിഷേധിക്കുന്നത്? ആ മനുഷ്യന്റെ നമ്മുടെ ചോദ്യങ്ങളിൽ തന്നെ ചില ധ്വനികൾക്കനുസരിച്ച് ആ ചോദ്യത്തിന്റെ രീതിയിൽ എന്തുണ്ടാവും? മാറ്റം. ഈ ചോദ്യത്തിൽ 2 രീതിയുണ്ട്. ഈ ചോദ്യത്തിൽ 2 രീതിയുണ്ട്. ഒന്ന്, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിഷേധിക്കാൻ എന്തില്ല, വകുപ്പ് ഇല്ല. ആ ചോദ്യത്തിന്മേൽ തന്നെ എന്തുണ്ട്? അതിനുള്ള ഉത്തരമുണ്ട്. എങ്ങനെയാ ചെയ്യുക? നമ്മൾ ചോദിക്കും ചിലവള്, എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്? അങ്ങനെ ചെയ്യാനുള്ളൊരു ചാൻസ് അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹിനെ നിഷേധിക്കുന്നത്? എന്തെങ്കിലും നിഷേധിക്കാനുള്ള കാരണം? നിഷേധിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. രണ്ടാമത്, ചില ചോദ്യത്തിൽ നമുക്ക് അത്ഭുതങ്ങളുണ്ടാവും. എങ്ങനെ ചെയ്ത് നിഷേധിച്ചു എന്ന് ചോദിക്കും. ആ ചോദ്യത്തിൽ എന്തുണ്ട്? ഉത്തരവുണ്ട്, അത്ഭുതമുണ്ട്. ഇവിടെ അള്ളാഹു താല അള്ളാഹിനെ സംബന്ധിച്ചത് എന്തില്ല? അത്ഭുതമില്ല ഒരു വിഷയത്തിലും. ഉണ്ടോ? പഠിച്ചവനാകെ അത്ഭുതപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത്ഭുതം ആർക്കാണ്? സൃഷ്ടികൾക്കാണ്. സൃഷ്ടാവിന് അത്ഭുതമുണ്ടോ? നമുക്ക് പലതും കണ്ട അത്ഭുതമുണ്ടാവും. പഠിച്ചവനൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ട് അത്ഭുതമുണ്ടോ? ഇല്ല. അപ്പൊ അള്ളാഹു താല ഈ കൈഫ എന്ന പദത്തിൽ എന്തുണ്ട്? തഅജ്ജുബ് എന്ന് പറയും. അത്ഭുതത്തിന്റെ ഒരു ധ്വനി കൂടി അതിലുണ്ട്. അപ്പൊ അള്ളാഹു താല ചിലയിടത്തൊക്കെ അത്ഭുതത്തിന്റെ ചില ധ്വനികൾ ഉണർത്താറുണ്ട്. അതിൽ എന്താ മനസ്സിലാക്കുക? അള്ളാഹു താല ആശ്ചര്യനാവുകയോ അത്ഭുതപ്പെടുകയോ അല്ല, മറിച്ച് അള്ളാഹു താലയുടെ തഅജ്ജുബിന്റെ അർത്ഥം അള്ളാഹു താല നമുക്ക് അത്ഭുതം ഉണ്ടാക്കി തരും. സൃഷ്ടികൾക്ക് എന്തുണ്ടാക്കി തരാണ്? അത്ഭുതം ഉണ്ടാക്കി തരും. അപ്പൊ കൈഫ തക്ഫുറൂന ഒരത്ഭുതമാണ്. ഈ ലോകം പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച 100% ബോധ്യപ്പെടുന്ന അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു എന്ന് അള്ളാഹു താല ചോദിക്കുമ്പോൾ ആ ഒരു അത്ഭുതം ആർക്കാണ് ഉണ്ടാവേണ്ടത്? നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ സാധ്യതയുള്ള ഒരു നിനക്ക് നിഷേധിക്കാനും വകുപ്പില്ലാത്ത സൃഷ്ടാവിന്റെ എല്ലാ സിറുകളും എല്ലാ വ്യക്തതകളും ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കാണ് അത്ഭുതം. പക്ഷെ ശരിയാണ് അള്ളാഹു താല പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ നിഷേധിക്കുക? ആ അത്ഭുതം നമുക്കുണ്ടാവണം. രണ്ടാമങ്ങൾ എങ്ങനെ നിഷേധിക്കാൻ പറ്റൂല എന്നുള്ള ആൻസർ അതിൽ ഉണ്ടാവണം. ഇതാണ് ആ കൈഫ പ്രയോഗിച്ചതിന്റെ ഹിക്മത്ത്. നോക്കാം. കൈഫ തക്ഫുറൂന, നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? ബില്ലാഹി, ആരെ? അള്ളാഹുവിനെ. എന്ന് പറഞ്ഞാൽ അള്ളാഹു കുഫർ, അവിശ്വാസത്തെ വിട്ട് ഈമാനിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരുപാട് തെളിവുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, നിങ്ങളുടെ പ്രപഞ്ചത്തിലുണ്ട്, നിങ്ങളിലുമുണ്ട്, നമ്മളിലുണ്ട്. അല്ലെ? മനുഷ്യൻ മൻ അറഫ നഫ്സ അറഫ റബ്ബ എന്നല്ലേ? അല്ലെ? മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാവും. കാരണം അത്രയും അത്ഭുതത്തിന്റെ റിസോഴ്സാണ് ആര്? മനുഷ്യൻ. അല്ലെ? മനുഷ്യന്റെ നാഡീതരമ്പ് മാത്രം, ഒരു മനുഷ്യന്റെ നാഡീതരമ്പ് മാത്രം നിർത്തിവെച്ച എത്ര ഉണ്ടാവും? ഭൂമി മുഴുവൻ ചുറ്റാണ്ടാവുന്നതാണ് ഒരു മനുഷ്യന്റെ നരമ്പുകൾ വെച്ചാൽ. ആലോചിക്കണോ? അത്രയും മൈന്യൂട്ടായ നരമ്പുകൾ മനുഷ്യനിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ പറയലല്ലോ, സയൻസ് പറയണല്ലോ. അത്
അപ്പോ ഇത് ആരൊക്കെ കഴിയുക? അപ്പൊ അള്ളാഹു ഇതിന്റെയൊക്കെ പിന്നിൽ അള്ളാഹ് നിങ്ങൾ പേര് വെക്കണ്ട, അത് ഇനി വേണം എന്തെങ്കിലും വെച്ചോളി. പക്ഷെ ഇതൊക്കെ സൃഷ്ടിക്കുന്ന പിന്നിൽ ഒരു ഭയങ്കര ഒരു മേജർ പവർ ഇതിന്റെ പിന്നിൽ വേണം, നല്ലൊരു വർക്കൗട്ട് വേണം, ഒരു സൃഷ്ടാവ് വേണമെന്നെങ്കിലും മനുഷ്യനെന്ത് ചെയ്യൂടെ, ചിന്തിച്ചൂടെ. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഓപ്പണായിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചോൻ അള്ളാഹുവിനെ വിട്ട്, നിങ്ങൾ പഠിച്ചോനെ ഞാൻ പറയാം അള്ളാഹ് എന്ന് പറയണ്ട, സൃഷ്ടാവിനെ ഒരു ഇതിനൊക്കെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ വിട്ട് വേറെ ഒരു കഴിവില്ലാത്ത ചില വസ്തുവിലേക്ക് ആരാധനക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പോകുന്നത്? ഒരിക്കലും പോകാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അതിൽ ഭയങ്കര അത്ഭുതമില്ലേ എന്നാണ് ഈ ചോദിക്കുന്നതിന്റെ ഉത്തരം. അപ്പൊ കൈഫ തക്ഫുറൂന, നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുന്നത്, ബില്ലാഹി ആരെ, അള്ളാഹുവിനെ എങ്ങനെയാണ് നിഷേധിക്കുന്നത്? ഇനി പറയാണ് വകുന്തും, നിങ്ങളായിരുന്നു, അംവാത്തൻ, ആരായിരുന്നു? മരണപ്പെട്ടവരായിരുന്നു. മയ്യത്തി എന്നതിന്റെ ജമ്മാണ് ഏത്? അംവാത്ത്. നമ്മളൊക്കെ ജീവനില്ലാത്ത ഒരവസ്ഥ ആർക്കുണ്ടായിരുന്നു? നമുക്ക് ഉണ്ടായിരുന്നു. ഇനി പ്രപഞ്ചം നമ്മളിലൂടെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. നിർജീവികളായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത സാധനമാണ് നുത്തുഫത്ത്, അത് പിന്നെ രക്തക്കട്ട, പിന്നെ മാംസക്കട്ട, ഇതൊക്കെ ആയിരുന്ന നമ്മൾ, നിർജീവികളായിരുന്ന നമ്മളെ. അങ്ങനെയായിരുന്നു നിങ്ങൾ ഗർഭപാത്രത്തിൽ മാതാവിന്റെ വയറ്റിൽ നിങ്ങൾ അങ്ങനെയായിരുന്നു. എന്നിട്ട് പറയണു വകുന്തും, നിങ്ങളായിരുന്നു, അംവാത്തൻ, നിങ്ങളായിരുന്നു, നിങ്ങൾ മയ്യത്തുകളായിരുന്നു, നിർജീവികളായിരുന്നു. എന്നിട്ട് പറയാണ് അഹ്യാക്കും, എന്നിട്ട് അള്ളാഹു തആല നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ അള്ളാഹു തആല ഹയാത്താക്കി, അള്ളാഹു തആല നിങ്ങളെ ജീവിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമുക്ക് അള്ളാഹു തആല ഏതിനെ നിക്ഷേപിച്ചു? ആത്മാവിനെ നിക്ഷേപിച്ചു. അതോടുകൂടിയാണ് നമ്മൾ എന്തായത്? ജീവനുള്ള വസ്തുക്കളായി, മനുഷ്യരായി മാറിയത്. ഇനി അള്ളാഹു തആല പറയണേ സുമ്മ യുമീതുക്കും, പിന്നീട് ഇനിയും നിങ്ങളെ അള്ളാഹു തആല എന്ത് ചെയ്യും? നിങ്ങളെ മരിപ്പിക്കും. ഇല്ലാത്തവർന്നുണ്ടാക്കി ഇപ്പൊ നിങ്ങളൊരു കോലായി, ഒരു മനുഷ്യരൂപമായി, നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹു തആല എന്ത് ചെയ്യും? വീണ്ടും മരിപ്പിക്കും. സുമ്മ യുഹീക്കും, പിന്നെ അള്ളാഹു തആല എന്ത് ചെയ്യും? നിങ്ങളെ ജീവിപ്പിക്കും. മനസ്സിലായോ? മരിച്ചവരായിരുന്നു, ദുന്യാവിൽ ഹയാത്താക്കി, ഇനി ദുന്യാവ് നിങ്ങൾ എന്ത് ചെയ്യും? മരിപ്പിക്കും. പിന്നെ വീണ്ടും ജീവിപ്പിക്കും. എവിടെ വെച്ച്? അത് വേറെ പറയുന്നുണ്ട്. മഹ്ശറ വേറെ പറയുന്നുണ്ട്. സുമ്മ ഇലഹി തുർജഊൻ എന്ന് പറയുന്നുണ്ട്. അവനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? മടക്കുന്നു വേറെ പറയുന്നുണ്ട്. അത് വേറെ സുമ്മുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ജീവൻ കൂടി ഉണ്ട്. എവിടെ വെച്ച്? ഖബറിൽ വെച്ച് വീണ്ടും നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഖബറിൽ നിങ്ങളെ ആത്മാവിനെ ശരീരത്തിലേക്ക് വെച്ച് നിങ്ങളോട് എന്ത് ചെയ്യും? വിചാരണ ചെയ്യും. ആ സമയത്ത് ഖബറാളി, സഹീഹ് ഹദീസിൽ കാണാമല്ലോ, ആ സമയത്ത് ഖബറാളിക്ക് തന്റെ ഖബറ് സംസ്കരിച്ച ആളുകൾ പിരിഞ്ഞു പോകുന്ന ചെരുപ്പിന്റെ ആ സൗണ്ടടി, ആ ശബ്ദം ആർക്ക് കേൾക്കാൻ കഴിയുന്നതാണ്? ഖബറാൾക്ക് കേൾക്കാൻ കഴിയുന്നത്. സഹീഹ് മുസ്ലിം എന്നതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതായാലും സഹീഹ് ഹദീസിൽ എല്ലാവരും പറയുന്നതാണ്. ഖബറാൾക്ക് കേൾക്കുന്നുള്ളത് ആർക്കും ആ സമയത്ത് ഈ ചവിട്ടടി കേൾക്കുമെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായത്തില്ല കേട്ടോ. 8 അടി കേൾക്കോ, 6 അടി കേൾക്കോ, 12 അടി കേൾക്കോ, വിട്ടുപോയാൽ കേൾക്കോ എന്നുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ അഭിപ്രായത്തിൽ ഉണ്ടാവും. ഏതായാലും ചെരുപ്പിന്റെ ആ ചെരുപ്പിട്ട് അടിക്കുന്ന ആ സൗണ്ട് കേൾക്കുന്ന കാര്യത്തിൽ ലോകത്ത് ആർക്കും ആ സമയത്ത് കേൾക്കുമെന്ന് സ്വഹീഹ് ഹദീസിൽ വന്നതെന്നുള്ളതിൽ ആർക്കും അഭിപ്രായത്തില്ല. അതുകൊണ്ട് നമ്മൾ ഖബറാളികളോട് എന്ത് ചെയ്യണം? അവിടെ ചെന്നിട്ട് അത് പറയുന്നത് സലാം പറയുന്നത്. ജീവിച്ചിരിക്കുന്നോട് സലാം പറയുമ്പോഴാണ് നമ്മൾ ആരോട് കയറാൻ സലാം പറയുന്നത്? ഖബറാളികളോട് നമ്മൾ സലാം പറയുന്നത്. അപ്പൊ ആ ആത്മാവും ആ ഖബറുമായി ആ ആത്മാവിന് എന്തുണ്ടാവും? കണക്ഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ വെച്ചിട്ട് അള്ളാഹു തആല എന്ത് ചെയ്യും? വിചാരണ ചെയ്യും. പൊതുവെ ഖബറ് എന്ന് പറയുമ്പോ നിങ്ങൾ നോക്കൂ, പൊതുവെ ഖബറ് എന്ന് പറഞ്ഞാൽ ഖബറിനെ കുറിച്ച് കേട്ടാലും പാടാലും ഒക്കെ എല്ലാവരും എന്ത് ചെയ്യണ്? ഭീകരാവസ്ഥ പറയുന്നത് അല്ലേ? ഖബർ നെട്ടണോ, അങ്ങനെയാണ്, എടുക്കാണ്, തേളാണ്, പാവമാണ്. അതൊക്കെ ആരെ ഖബറ? ഈമാൻ കിട്ടാത്ത ആൾക്കാരെ ഖബറ. നല്ല മനുഷ്യന്മാരെ ഖബറിനെ കുറിച്ച് അങ്ങനെ പാടൽ കുറവാ. ഖബറെ കുറിച്ച് കേൾക്കുന്ന പാട്ടൊക്കെ അങ്ങനെയാണ്. സത്യത്തിൽ നല്ല മനുഷ്യന്മാരുടെ ഖബർ എന്താണ്? ഒരു സാമ്രാജ്യമാണ്.
നമ്മൾ ഈ പറഞ്ഞ വൈരൊന്നല്ല, അവിടെ ഭയങ്കര ഒരു സാമ്രാജ്യമാണ്. ഒന്നിക്കല് അല്ലെ, ഒന്നിക്കൽ നരകത്തിന്റെ കൂടാരമായിരിക്കും, ഉഫ്രത്തമ്മിൻ ഉഫ്രൻ നീറാൻ അല്ലെ, ഔർ ഔത്തമ്മിൻ റിയാദിൽ ജന്ന. സാധാരണ ഖബറിനെ കുറിച്ച് ആരെയും പാടാൻ പറഞ്ഞാൽ ഖബർ ആകണ്ട മരിക്കാണ്ട പൂജയാണ് കേടും. ആ യാതി പാട്ടാണ് എന്തേല് പാടൽ. അങ്ങനെ പേടിച്ച് ബേജാറൊന്നും വേണ്ട. മുഅ്മിനീങ്ങളെ നമുക്ക് അല്ലാഹു തആല നല്ലൊരു പൊന്തോപ്പാക്കി തന്നെ ഖബർ തരും. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. അതെ, ഒന്നില്ലായ്മയിൽ നിന്നാണ്. രണ്ടാമത് ഉള്ള ശരീരത്തെ എന്ത് ചെയ്യണം, ഹയാത്താക്കാണ്. അപ്പൊ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ ഇതിൽ രണ്ട് സംഗതിയുണ്ട്. അവിശ്വാസികളെ സംബന്ധിച്ചുള്ള അന്നത്തെ ഏറ്റവും വിഷയം മരിച്ചുപോയിട്ട് വീണ്ടും പുനർജനിക്കുക എന്നാണ്. പക്ഷെ ഒരു മറ്റൊന്നും ചിന്തിക്കണില്ല എന്നുള്ള. ഇല്ലായ്മ എന്ന് അവരുണ്ടാക്കിയ അള്ളാഹ്ക്ക് എന്തില്ല അല്ലെ, അലൈഹി സ്വല്ലല്ലാഹു അലാ ഖാദിർ എന്ന് പറയുന്നില്ലേ അല്ലെ. അവരെ ഇല്ലായ്മ ശ്രദ്ധിച്ച അള്ളാഹിനെ സംബന്ധിച്ചുള്ള എന്താണ്, രണ്ടാമത് ഉണ്ടാക്കിയതിന് മോഡിഫൈ ചെയ്യാൻ എന്തില്ല, ഒരു പണിയും ഇല്ല. സുമ്മയുഹ്യീക്കും, പിന്നീട് നിങ്ങളെ അല്ലാഹു തആല വീണ്ടും ജീവിപ്പിക്കും. ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് മഹാന്മാർ ഖബറിലെ ശിക്ഷ എന്ന് പറയാൻ പറ്റില്ല, ഖബർ ജീവിതം അങ്ങനെ നമ്മൾ പറയുന്നത്. എല്ലാവരും ഖബർ ശിക്ഷ ഖബറുമായി ബന്ധപ്പെട്ട്. ഖബർ ജീവിതം എന്താണ്, ഉണ്ട് എന്ന് ഈ ആയത്ത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരപ്പെടുത്തുന്നുണ്ട്. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അവനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങളെ നിങ്ങളെ അമലുകളെ കുറിച്ച് ചോദ്യം ചെയ്യും. ഖൈറാണെങ്കിൽ എന്തിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടും, ഷർറാണെങ്കിലോ അതിനുള്ള പണിയും കിട്ടും. മനസ്സിലായില്ലേ? രണ്ടും കിട്ടുമല്ലോ, രണ്ടുണ്ടോ. ഖബർ ജീവിതമാണ് എന്നാണ് മുഫസ്സിറുകൾ ആയത്ത് വെച്ചിട്ട് വിശദീകരിക്കുന്നത്. പിന്നെ ആ ഹയാത്തെ ഒടുക്കുണ്ടോ, പാർത്തിക ലോകത്തേക്ക് പിന്നെ ഉണ്ടാവുമല്ലോ, ഖബറിന്ന് എഴുന്നേറ്റ് പോകും. ഹുവല്ലദീ സുമ്മ ഇലൈഹി തുർജഊൻ, എന്ന് പിന്നീട് എന്ത് ചെയ്യും, അവനിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോ ആദ്യം ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ അള്ളാഹുവിന് വീണ്ടും ഉള്ളതിൽ നിന്നുണ്ടാക്കുക എന്നുള്ളതെന്നല്ല ഒരു പ്രയാസവും ഇല്ല എന്നും കൂടി ആയത്തിൽ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. പിന്നെ പറയാണ് ഹുവല്ലദീ ഖലഖ ലക്കും, ഹുവല്ലദീ ഹുവ അവൻ, അല്ലദീ ഒരുത്തനാണ്, ഖലഖ ലക്കും നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്, മാഫിൽ അർളി ഭൂമിയിലുള്ള എല്ലാത്തിനെയും, പറഞ്ഞ ഏതൊരു വസ്തുവാകട്ടെ, ഭൂമിയിലുള്ള ഏതൊരു വസ്തുവാകട്ടെ, ഖലഖ ലക്കും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്, മാഫിൽ അർളി ഭൂമിയിലുള്ള എല്ലാത്തിനെയും, ജമീഅൻ മുഴുവത്തിനെയും അല്ലാഹു തആല ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിനും, ജമീഅൻ അതായത് മുഴുവത്തിനും, അതിന്റെ തഅക്കീദാണ്, ഏത് വസ്തുവിനെയും അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി, ദുനിയാവിനും ദീനിലെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് ഭൂമിയുള്ള മുഴുവൻ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. നോക്കൂ, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ടത് ഒരായത്തിലൂടെ മാത്രമല്ല. ചില വ്യാജ ആത്മീയവാദികൾ ഈ ആയത്ത് വെച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യാറുണ്ട് എന്ന് ഈ ആയത്തിന്റെ ശറയിൽ തന്നെ കുറെ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഇബാദത്തെടുത്ത അള്ളാഹുമായിട്ട് എന്താണ് വലിയ കണക്ഷൻ ആവും. അപ്പൊ അള്ളാഹുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹബീബും മഹബൂബായ അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ടും കൊണ്ടും ഭയങ്കര ഇഷ്ടമാവും. അതോടുകൂടി ഭൂമികളുടെ എല്ലാം നമുക്ക് എന്തായി, ഹലാലായി എന്ന് വ്യാധിക്കുന്ന വ്യാജ തസൗഫിന്റെ ആളുകളുണ്ട്. അതൊരിക്കലും എന്തല്ല ഈ ആയത്ത് വെച്ച് ന്യായീകരിക്കാനുള്ള ഒരു വകുപ്പും ഇല്ല എന്ന് മനസ്സിലാക്കുക. ചിലവരങ്ങനെ ചില വ്യാജ തസൗഫിന്റെ സരണിയുള്ള ആളുകൾ, ത്വരീഖത്തിന്റെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്ത് വെച്ചിട്ട് ഭൂമികളിലൊക്കെ പഠിച്ച നമുക്ക് ഹലാലാക്കിയതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാ ദുരുപയോഗത്തിനും എന്ത് ചെയ്യും, എവിടുന്ന് ഏതും കിട്ടിയാലും ഉപയോഗിക്കാം എന്ന നിലക്കുള്ള ഒരു മസല ഉണ്ടാക്കും. ഈ ആയത്ത് വെച്ച് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആത്മീയ സരണികൾ ഉണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഒരായത്ത് വെച്ചുകൊണ്ടല്ല ദീനിനെ അളക്കുന്നുണ്ട്. അല്ലാഹു തആല ഹറാമ് സൃഷ്ടിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇത് മാത്രമുള്ളത്, ഹറാമ് കൽപ്പന ഉണ്ട്, നഹി ഉണ്ട് അല്ലെ, വാഗ്ദാനം ഉണ്ട്, താക്കീത് ഉണ്ട്, അതുപോലെ തന്നെ ഹറാമുണ്ട്, ഹലാലുണ്ട് അല്ലെ. നിങ്ങൾ ഹലാലൻ തൊയ്യബ് എന്ന് പറയില്ലേ, നിങ്ങൾ എന്ത് റിസ്ക് വശിക്കുവിൻ, എങ്ങനെ ഹലാലൻ തൊയ്യബ് എന്ന് പറയില്ലേ, അവിടെ നിന്നാ പിന്നെ എന്താ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഏത് നിന്നോളി എന്ന് പറയണോ അല്ലേ, എന്നാ ഞങ്ങൾ ഏത് നിന്നോളി എന്ന് പറഞ്ഞില്ലല്ലോ, ഹലാലൻ തൊയ്യബ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞിട്ടുള്ളത്, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്നാണ്.
ഹറാമോ ഹലാലൊക്കെ വ്യക്തമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കൺഫ്യൂഷൻ സാധനങ്ങളുണ്ട്. അത് നല്ല പേരുള്ളവരോട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം ഹറാമാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കിക്കാണ്ടെന്നും പറയുന്നുണ്ട്. എരീബുക്ക ഇലാമാല എരീബുക്ക് നബി തങ്ങൾ പറയുന്നില്ലേ, അതായത് നിങ്ങളെ ഒട്ടകം അല്ലെങ്കിൽ നിങ്ങളെ പശു വേറൊരുത്തന്റെ അതിർത്തി പോയി മേഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിർത്തി നിങ്ങളതാണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് പോയി കണ്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഭക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഹറാമിന്റെ ബോർഡർ പോയി എന്നാൽ ചിലപ്പോൾ എവിടേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്, ഹറാമിൽ ചാൻസ്. അപ്പൊ ഹറാമുണ്ട് ഹലാലുണ്ട്, അതൊക്കെ ഹക്കും പാത്തിനും ഇവിടെ വളരെ വ്യക്തമാണ്. ഈ ഒരു ആയത്ത് വെച്ചുകൊണ്ട് ചില കള്ള സരണിയിൽപ്പെട്ട ആളുകൾ നമുക്കൊക്കെ ഹലാലാന്നുള്ളൊരു മസല ഉണ്ടാക്കാറുണ്ട്. അതൊരിക്കലും എന്തല്ല ഈ ആയത്ത് വെച്ചുകൊണ്ട് ന്യായീകരിക്കാനുള്ള ഒരു വകുപ്പും ഇല്ല. ഇതാ വെച്ചാൽ നിങ്ങൾക്ക് ഭൂമിയിൽ അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപയോഗപ്രദമായ എല്ലാ വസ്തുതകളും എല്ലാ സംവിധാനങ്ങളും അള്ളാഹു തആല ഭൂമിയിൽ എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിനും ഉപയോഗത്തിനും സൗകര്യത്തിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് അതിൻ്റെതായ മെത്തേഡിൽ അതിനെ സമീപിച്ചാൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഇവിടെ അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ട് കായികങ്ങളില്ല, ഭക്ഷണങ്ങളില്ല, ലഹമില്ല, തൊഴിലില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഓക്സിജൻ കഴിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതിന് എന്തുണ്ട്, നിങ്ങൾക്ക് ഭുജിക്കാനുള്ള ജീവിക്കാനുള്ള എല്ലാം അള്ളാഹു തആല ചെയ്തിട്ടുണ്ട് എന്നുള്ള. അല്ല ഹലക്കലൊക്കെ മാഫില്ലാതെ ജമികാരുണ്ട്, ഭൂമികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചാറുണ്ട്. അപ്പുറത്ത് ഒരു മാങ്ങ എടുക്കുക, ഇപ്പുറത്ത് ചക്ക എടുക്കുക, ഈ ആയത്തും വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റൂല എന്നർത്ഥം. അപ്പൊ ചില വീരില്ലാത്തൊരു ചില വീറുള്ള ഒരാള് ഇതിലൊക്കെ വസ്ത്രം ഉണ്ടാക്കുക. ഒരാൾക്ക് കഥ പറഞ്ഞത്, അയാളൊരു സാധനം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അയാൾ പറഞ്ഞാലോ, പഠിച്ചോലെ ഇത് ഈ മൊയിലന്മാർക്ക് മാത്രം മൊയിലന്മാരെ കൈ കിട്ടാൻ ഞാൻ മതി പറഞ്ഞാലോ, നഷ്ടപ്പെട്ടതാണോ? അപ്പൊ എന്താ വെച്ച് മൊയിലന്മാരെ കൈ കിട്ടാൻ എന്തുണ്ടോ അതിനെന്തുണ്ടാവും, ഹലാലാക്കാനുള്ള മസാല ഉണ്ടാക്കുന്ന ഏതോന്ന് ഏതാ അങ്ങനെ കഥയാണ്, ഉള്ളതാ ഇല്ലാത്തൊക്കെ അറിയില്ല, മസാലോട് ഒപ്പിക്കും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് അള്ളാഹു തആല നമുക്ക് ഇതൊക്കെ പഠിച്ചു എന്ന് പറയുന്നതാണ്. ഈ സംവിധാനമൊക്കെ പഠിച്ചു നമുക്ക് ചെയ്തു തന്നു എന്ന് മാത്രമേ അതിൽ നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയുള്ളൂ. എല്ലാ പഠിച്ചോൻ ഞാൻ ഇങ്ങനെ മേജർ സരണികളുണ്ട്, ഇപ്പോഴും അങ്ങനത്തെ തസവുഫിന്റെ ആളുകളുണ്ട്. അവര് ചില മുരീദന്മാരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അവരെ മുതലുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില സ്ഥലത്ത് പോകുമ്പോൾ അവര് ഹറാമോ ഹലാലും പാലിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിനൊക്കെ അവർ പറയുന്നത് അതിനൊക്കെ പറയുന്ന റൂട്ട് എന്താ, ഹലക്കലക്കും മാഫില്ലാതെ ജമിയ. അതൊരിക്കലും എന്തല്ല നമുക്ക് അനുമതിയല്ല, അത് മനസ്സിലാക്കുക. സുമ്മസ്തവാ ഇലസ്സമാ, പിന്നീട് അല്ലാഹു തആല എന്ത് ചെയ്തു, പിന്നീട് സുമ്മസ്തവാ ഇലസ്സമാ, പിന്നീട് എന്ത് ചെയ്തു, ഉപരിലോകത്തെ അവൻ കരുതി. ഭൂമിയിലുള്ള എല്ലാം നമുക്ക് സൃഷ്ടിച്ചു. പിന്നീട് അല്ലാഹു തആല എന്തു, ഉപരിലോകം എന്ത് ചെയ്തു, മുകളിലുള്ള ലോകത്തെ സൃഷ്ടിക്കാൻ അല്ലാഹു തആല എന്ത് ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഫസവ്വാഹുന്ന, അങ്ങനെ എന്ത് ചെയ്തു, ഇലസ്സമയ, ആകാശം കരുതി പറഞ്ഞാൽ ആകാശത്തെ സൃഷ്ടിച്ചു അല്ലേ. ഫസവ്വാഹുന്ന, എന്നിട്ട് എന്ത് ചെയ്യും, അവയെ ക്രമമാക്കി. സബഅ സമാവാത്തിൻ, എത്ര ആകാശങ്ങളായിട്ട്, 7 ആകാശങ്ങളായിട്ട് ആകാശത്തെ എന്ത് ചെയ്തു, അവൻ ക്രമമാക്കുകയും ചെയ്തു. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ വസ്തുവിനെ കുറിച്ചും അവനക്ക് നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഓരോ ആകാശവും ഓരോ പൊസിഷനിൽ എങ്ങനെ വരണം എന്നുള്ളതും വളരെ വ്യവസ്ഥാപിതമായി തന്നെ അവൻ സൃഷ്ടിച്ചിട്ട് അർത്ഥം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി എന്ന് വെച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്ത് എന്തുണ്ട്, എല്ലാത്തിനും റൂട്ടീൻ ഉണ്ട് മനസ്സിലാക്കാം. അല്ലെ പഠിച്ചോണം ഒറ്റയടിക്ക് ഫും ഉണ്ടാക്കിയാൽ പോരതല്ലോ അല്ലേ. ഭൂമി ഉണ്ടാക്കി, സംവിധാനിച്ച്, ആകാശം ഉണ്ടാക്കി, ആകാശം ക്രമപ്പെടുത്തി. അപ്പൊ എന്താ മനസ്സിലാക്കുന്നത്, അള്ളാഹു തആല ഡെയിലി പ്രോസസ്സിങ് എന്നുള്ള സംഗതി ഉണ്ട്. ഡെയിലി വർക്ക് ഉണ്ട്, മന്ത്ലി വർക്ക് ഉണ്ട്, ഇയർലി വർക്കൊക്കെ ആർക്കുണ്ട്, അള്ളാഹുത്താലൊക്കെ ഉണ്ട്. മനുഷ്യന് അതിൽ വളരെ കൃത്യത പാലിക്കുന്നവൻ അള്ളാഹു, അതിൽ വളരെ കൃത്യത പാലിക്കുന്നവനാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഡെയിലി ജീവിതത്തിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഞാൻ എപ്പോ ഉണരണോ, എപ്പോ ഉറങ്ങണോ, എപ്പോ ഇൽമിന് പോകണോ, ജമാഅത്തിന് എപ്പോ പോകണോ, ഇനി അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഇന്റെ സമയം എങ്ങനെ ഏറ്റവും ഉപയോഗപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം, എന്റെ സമയങ്ങൾ എവിടെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷനെ വിശ്വസിക്കുന്നുണ്ടാവണമെന്നല്ല. ഹാസിബു ഖബല അൻ തുഹാസിബു, മാന ഉമർ ഖത്താബ് പറഞ്ഞില്ലേ,
അള്ളാഹു താല വിചാരണ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് വിചാരണ ചെയ്താളി എന്നാ പറയുന്നത്. എന്താ വെച്ചാല് ഓരോ ദിവസം ഞാൻ എങ്ങനെയാണ് എന്റെ സമയത്ത് ഉപയോഗപ്പെടുത്തിയത്. ഒരു വിശ്വാസിയെ സമയത്തുള്ള ഏറ്റവും മൂല്യം കൂടിയ സംഗതിയാണ് ഏത്? ടൈം എന്നുള്ള ഏറ്റവും മൂല്യം കൂടിയ സംഗതിയാണ്. മഹാന്മാരെ സംബന്ധിച്ചുള്ള ഏറ്റവും കണിശത പാലിച്ച വിഷയമാണ് ഏത്? സമയം എന്ന. ചില സൂഫിയാക്കളുടെ വീടുകളൊക്കെ ചില സൂഫിയാക്കളൊക്കെ അവരുടെ വീട്ടിൽ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു എന്നാ. അവരെ കാണാൻ പറ്റുന്ന സമയത്തൊക്കെ അവർ സമയം കളയരുത് എന്ന് എഴുതി വെച്ച്. വേറെ ഒന്നുമല്ല. വലിയ വലിയ ഔലിയാക്കളൊക്കെ ചില വീട്ടിൽ അവിടെ എഴുതി വെച്ചിരുന്നായിരുന്നു സമയം കളയരുതെന്ന്. അപ്പൊ അള്ളാഹു താല നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു താലന്റെ ആ ഒരു പ്രവർത്തനത്തിൽ എത്ര ചിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. ഡെയിലി ചെയ്യുന്ന സംഗതികളുണ്ട്, മന്ത്ലി ചെയ്യുന്ന സംഗതികളുണ്ട്, ഇയർലി ചെയ്യുന്ന, അതിലൊന്നും ഒരു മിസ്റ്റേക്കോ ഒരു അലസതോ അള്ളാഹു താല കാണിക്കുന്നില്ല. ഡെയിലി ചെയ്യുന്ന സംഗതി എന്ത്? സൂര്യൻ അല്ലെ? സൂര്യൻ കറക്റ്റ് ഓരോ ദിവസവും ഓരോ സമയം പഠിച്ച ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഉദിക്കുന്നുണ്ട്, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അസ്തമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കൂ, ചന്ദ്രൻ ഓരോ ദിവസം മാറി 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 വന്ന് കറക്റ്റ് പ്രസിദ്ധിങ് അല്ല നടക്കുന്നത്. എന്തെങ്കിലും എവിടെയെങ്കിലും അലസത വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പഠിച്ചോ ഒരു സെക്കൻഡ് അലസത സംഭവിച്ചാൽ എന്തായിരിക്കും ദുന്യാവിന്റെ അവസ്ഥ അല്ലെ? കുല്ല യൗമൻ ഹുവ ഫീ ഷൈൻ. എല്ലാ ദിവസവും പണിയെടുക്കണവനാണ് ആര്? അല്ലാഹു തആല. മനുഷ്യന്മാരാ കുല്ല യൗമൻ ഹുവ ഫീ നൗം. എന്നും കിടന്നുറങ്ങണ പണിയാണ് ആർക്കുള്ളത്? മനുഷ്യന്മാരെ പണി. അല്ലെങ്കിൽ അലസത, അല്ലെങ്കിൽ കുല്ല യൗമൻ ഹുവ ഫീ ഗഫ്ല, അങ്ങനെ പറയേണ്ടി വരും. അശ്രദ്ധ. എല്ലാത്തിലും മാതൃകനായ ഡെയിലി റൂട്ടീനുള്ള ഡെയിലി ക്രമം പഠിപ്പിച്ച അള്ളാഹുവാണ് നമുക്ക് ഡെയിലി ക്രമം അള്ളാഹു തആല ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഡെയിലി ചെയ്യേണ്ട സമയമുണ്ട്, നിസ്കാരമുണ്ട് അല്ലെ? അതുപോലെ തന്നെ അതിനനുസരിച്ച് നമുക്ക് ഉണരേണ്ട സമയമുണ്ട്, ഉറങ്ങേണ്ട സമയമുണ്ട്, തഹജ്ജുദ് സമയമുണ്ട്. ഇതൊക്കെ നമുക്ക് അള്ളാഹു തആല തന്നതാണ്. ഇതൊക്കെ ആ ക്രമം നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നമുക്ക് എന്തുണ്ടാകണം? ഒരു ചിട്ട ഉണ്ടാവണം. ഉണരുന്നിടത്തൊരു ചിട്ട ഉണ്ടാകണം, ഉറങ്ങുന്നിടത്തൊരു ചിട്ട ഉണ്ടാകണം. അല്ലാതെ തോന്നിയ മാതിരി എപ്പോഴേണ്ട് ഉറങ്ങുക എപ്പോഴേണ്ട് ഉണരുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ആ ഉറക്കിന്റെയും ഉണർവിന്റെയും ചിട്ട നല്ല നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? നല്ല നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അധികം ആളുകളും കേൾക്കും, വലിയ അഭിമാനം പറയാം. എന്താ പറയണത്? ഞാൻ 12 മണി 1 മണിയൊക്കെ ആവും ഉറങ്ങാനെന്ന് പറയും. ഉണരല്ലോ എപ്പോഴാ? ഉണരല് 10 മണിക്കൊക്കെ. അത് പറയില്ലല്ലോ. ശരിക്കും വിശ്വാസിയാണെങ്കിൽ അൽ അഷാവു കബല ഇഷായി എന്നാണ്. ശരിക്കും ഇഷാന്റെ മുമ്പ് ഭക്ഷണം കഴിച്ച് പള്ളിയിൽ പോവാ. അല്ലെങ്കിൽ ഞാൻ അത്ര ബുദ്ധിമുട്ടാണ്. ഇഷ കഴിഞ്ഞ ഉടനെ കഴിച്ചിട്ട് ഒരു 1-1.5 മണിക്കൂറാകുമ്പോൾ ഒരു 9-10 മണിക്ക് ഉറങ്ങിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് 4 മണിക്കോ 5 മണിക്കോ എണീക്കാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അവന്റെ ഉറക്കിലെ ഏറ്റവും ഹെൽത്തിയ സമയം 12 മണി വരെയാണ്. അതാണ് ഏറ്റവും വലിയ റേഞ്ചുള്ള സമയം എന്നാ. 12 മണിന് ശേഷം 1 മണിക്കൂർ ഉറങ്ങുന്നതിന്റെ ഡബിൾ എഫക്റ്റ് ആണ് 12 മുമ്പ് ഉറങ്ങണേ. ഇപ്പൊ 1 മണിക്ക് 1 മണിന്റെ ഇടയിൽ 2 മണിയിലും ഇടയിൽ 1 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ 10 to 11 2 മണിക്കൂർ 1 മണിക്കൂർ ഉറങ്ങിയാൽ 2 മണിക്കൂറിന്റെ എഫക്റ്റ് ആണെന്നാ സയൻസ് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതാണ്, നേരത്തെ ഉറങ്ങാന്നുള്ളതാണ്, നേരത്തെ എണീക്കാന്നുള്ളതാണ്. അപ്പൊ ഈ ജീവിതക്രമം നമുക്കുണ്ടായാൽ നമുക്ക് എന്തുണ്ടാവും? നല്ല ആഫിയത്ത് കിട്ടും, ആരോഗ്യം കിട്ടും, ഇബാദത്ത് എടുക്കാൻ കഴിയും, ഒരു അലസതയും നമുക്കുണ്ടാവില്ല. അപ്പൊ ഞാൻ ഇത് പറഞ്ഞെന്താണ്? അള്ളാഹു താലാക്ക് എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ഇതൊക്കെ അള്ളാഹു താലാനെ സംബന്ധിച്ചുള്ള വേണ്ടതുണ്ടോ? ഇതാറാതെ ഫയക്കൂൻ എന്നല്ലേ? എന്തേലും വിചാരിച്ച ഉണ്ടാകുന്ന പറഞ്ഞാൽ പോലെ ആ ഉണ്ടാകുന്ന പറഞ്ഞ പഠിച്ചവനാണ് ഭൂമി ഉണ്ടാക്കി, പിന്നെ അതിനെന്ത് പരുത്തി, പിന്നെ അതിൽ വൃക്ഷങ്ങളിട്ട് പറവുകളിട്ട് അല്ലേ, ജലാശയങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആകാശം ഉണ്ടാക്കി, അത് ഓർഡറാക്കി. ഇങ്ങനെയൊക്കെ ചെയ്യണം എന്തുകൊണ്ടാണ്? ഒരു ക്രമം ആർക്കുണ്ടാവാനാണ്? മനുഷ്യനുണ്ടാവാനാണ്. അപ്പൊ ജീവിതത്തിൽ ക്രമമില്ലാത്തവൻ മഹാപരാജയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അള്ളാഹു അപ്പൊ വഹുവ ബിക്കുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ വസ്തുവിനെ കൊണ്ടും അറിയുന്നവനാണ്. അതാണ് നമ്മൾ പറഞ്ഞ ആയത്തിന്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് വിശദീകരിക്കും. അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹ് അമലാക്കി സ്വീകരിക്കും.